നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിലൊരു ഇൻഷുറൻസ് എടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് എടുക്കും? തേർഡ് പാർട്ടി എടുത്താൽ മതിയോ? അതാകുമ്പോൾ റേറ്റ് കുറവുണ്ട്. ഫുൾ കവർ എടുക്കണോ? കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. ഇനി ബമ്പർ ടു ബമ്പർ എടുക്കണോ? അത് നല്ല റേറ്റാണ്. ഏത് ഇൻഷുറൻസ് എടുക്കണം? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MP ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് ബ്രോ, ഞാനിപ്പോൾ 10 വർഷം 2013 പഴക്കമുള്ള ഒരു സ്വിഫ്റ്റ് എടുത്തു. അതിന് ഏത് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്? ബമ്പർ ടു ബമ്പർ കിട്ടുമോ? പ്ലീസ് റിപ്ലൈ. ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസ് നിലവിൽ റണ്ണിങ് ബമ്പർ ടു ബമ്പർ ആണെന്നുണ്ടെങ്കിൽ 10ാമത്തെ വർഷം കൂടെ നമുക്ക് ബമ്പർ ടു ബമ്പർ കിട്ടും. എല്ലാ കമ്പനീസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല 10 വർഷത്തേക്ക്. ബമ്പർ ടു ബമ്പറിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷം വരെയാണ്. എന്നാൽ ചില സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് മാത്രം അത് 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ടേംസ് ആൻഡ് കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു 5 വർഷം വരെ ഷുവറായിട്ട് നമുക്ക് കിട്ടും. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു ഫുൾ കവർ എടുത്തതിന് ശേഷം നമുക്ക് ബമ്പർ ടു ബമ്പർ മാറാൻ സാധിക്കും 5 വർഷത്തിനകത്താണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഇടയ്ക്കൊന്ന് ഫുൾ കവർ ആക്കി, അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആക്കിയതിന് ശേഷം പിന്നീട് അത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ തുടർച്ചയായിട്ട് നിങ്ങൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് ചെയ്തു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം വരെ ബമ്പർ ടു ബമ്പർ എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ സെയിം കമ്പനി തന്നെ കിട്ടണമെന്നില്ല. കാരണം കുറച്ച് കമ്പനീസ് മാത്രമേ ഉള്ളൂ 10 വർഷത്തേക്ക് ഈ പറയുന്ന പോലെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളത് മനസ്സിലാക്കി ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അന്നേരം ആ ഇൻഷുറൻസ് ഏതാണെന്ന് കൺഫേം ആക്കുക. ഇനി അത് ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു ക്ലെയിമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. അത്യാവശ്യം നമുക്ക് മാറുന്ന പാർട്സിൻ്റെ പകുതി പേയ്മെൻറ്റും പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ട് മാത്രം നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ബമ്പർ ടു ബമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഹാപ്പി ആകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ മാത്രം നമുക്കൊരു ക്ലെയിം ഫീസായിട്ട് അവിടെ വരുന്നുള്ളൂ. ബാക്കി ഫുള്ള് നമ്മുടെ ഇൻഷുറൻസിനകത്ത് തന്നെ പൊക്കോളും. അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ സാമ്പത്തികം അതൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം ഏകദേശം ഒരു 10 വർഷമൊക്കെ ആവുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, ഒരു സ്വിഫ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലെയിം ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കയ്യിൽ നിന്നൊരു 17,000 രൂപ സംതിങ് ഒക്കെ നമുക്ക് കയ്യിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ലാസ്റ്റ് ഇയർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റേറ്റോളം നമുക്ക് വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 രൂപ 14 രൂപ ആ റേഞ്ചിനകത്ത് തന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. മീൻസ് നമുക്കൊരു പുതിയ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലെയിമോ കാര്യങ്ങളൊക്കെ വരുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാഹനം എവിടെയെങ്കിലൊക്കെ തട്ടും പ്രശ്നങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി കണ്ടീഷനൊക്കെ ഇച്ചിരി മോശമാണ്, ക്ലെയിം ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാൻ മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ.